നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരുപാട് കാലമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങളും പറയാൻ കഴിയാത്ത വിഷമങ്ങളും ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനകളും ഉള്ളവർക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു ഭക്തി സന്ദേശമാണിത്. ജീവിതത്തിൽ ചില സമയങ്ങൾ ഉണ്ടാകും, എത്ര പ്രയത്നിച്ചിട്ടും കാര്യങ്ങൾ നടക്കാതെ വരും. പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടില്ല എന്ന് തോന്നും. സ്വന്തം ആളുകൾ പോലും മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നും. അത്തരം സമയങ്ങളിൽ മനസ്സിലെ തളരാൻ അനുവദിക്കാതെ വീണ്ടും എഴുന്നേൽക്കുവാനുള്ള ശക്തി നൽകുന്നതാണ് ദൈവസ്മരണ. ഇന്ന് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്ന കാര്യങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും ഗുരുവായൂരപ്പന്റെയും ഭക്തി പാരമ്പര്യത്തിൽ നിന്നുള്ള ആത്മീയ ചിന്തകളാണ്. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം മാത്രം ഉറപ്പിക്കുക: ഞാൻ എൻ്റെ ആത്മാർത്ഥമായ പരിശ്രമം തുടരും. ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടേ പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ടു പോകും. ആ വിശ്വാസത്തോടു കൂടി ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കുക. ഭഗവാൻ ഗുരുവായൂരപ്പന്റെ ദിവ്യരൂപം മനസ്സിൽ ധ്യാനിക്കുക. ഭക്തിയോടെ 3 പ്രാവശ്യം പറയൂ: ഓം നമോ നാരായണായ. ഇനി നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന ഓരോ വാക്കുകളും ഒരു ഭക്തന്റെ മനസ്സിലേക്ക് ഗുരുവായൂരപ്പന്റെ സ്നേഹ സന്ദേശമായി സ്വീകരിക്കാം. ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഘട്ടത്തിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് നിങ്ങൾ സാധാരണ പോലെ ചിരിക്കുന്നുണ്ടാകാം, എല്ലാവരോടും സംസാരിക്കുന്നുണ്ടാകാം, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടാകാം. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ മാത്രം നിങ്ങൾക്ക് അറിയാവുന്ന ചില വിഷമങ്ങൾ ഉണ്ടാകാം, ആരോടും പറയുവാൻ കഴിയാത്ത ചില വേദനകൾ, നടന്നു കിട്ടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോയ ചില കാര്യങ്ങൾ, വിശ്വസിച്ച ഒരാളിൽ നിന്ന് ലഭിച്ച നിരാശ, സാമ്പത്തികമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിലുണ്ടായ ചില അസ്വസ്ഥതകൾ, അല്ലെങ്കിൽ ഏറെ നാളായി കാത്തിരിക്കുന്ന ഒരു നല്ല വാർത്ത. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒരു നിമിഷം മനസ്സ് ശാന്തമാക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നൊരു ചിന്ത മാത്രം മനസ്സിൽ വെക്കൂ. ഭക്തിയോടെ ഗുരുവായൂരപ്പനെ മനസ്സിൽ കാണുമ്പോൾ, ആ പുഞ്ചിരിക്കുന്ന ഉണ്ണിക്കണ്ണന്റെ മുഖം ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ ഒരു ആശ്വാസം ലഭിക്കാറുണ്ട്. ഭയപ്പെടേണ്ട, നിന്റെ വിഷമം എനിക്കറിയാം. നീ പറയാതെ സൂക്ഷിച്ച കാര്യങ്ങളും നിന്റെ മനസ്സിൽ നടക്കുന്ന ചിന്തകളും എനിക്കറിയാം. പക്ഷെ അതുകൊണ്ട് നീ തളരരുത്. നിനക്ക് കഴിയുന്ന കാര്യങ്ങൾ നീ ആത്മാർത്ഥമായി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നൊരു ആശ്വാസവാക്ക് ഭഗവാനിൽ നിന്ന് ലഭിക്കുന്നതായി മനസ്സിൽ സങ്കല്പിക്കാം. ചിലപ്പോൾ നമ്മൾ ചോദിക്കും: ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ കാര്യം നടക്കാത്തത് എന്ന്. അതിന് ഉടൻ മറുപടി ലഭിക്കണമെന്നില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം: വൈകുന്നത് എല്ലായ്പ്പോഴും നിഷേധിക്കപ്പെടുന്നതല്ല. ചില കാര്യങ്ങൾക്ക് നമ്മൾ കരുതുന്നതിലും കൂടുതൽ സമയം ആവശ്യമായേക്കാം. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ച വഴിയല്ല, മറ്റൊരു വഴി ആയിരിക്കും മുന്നിൽ തുറക്കുക. അതുകൊണ്ട് ഒരു വാതിൽ അടഞ്ഞു കിടക്കുന്നു എന്ന് തോന്നിയതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ വാതിലുകളും അടഞ്ഞുവെന്ന് കരുതരുത്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം നിർത്താതെ ദൈവസ്മരണയോടെ മുന്നോട്ടു പോവുക. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു പ്രത്യേക ആഗ്രഹമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഗുരുവായൂരപ്പനോട് തുറന്നു പ്രാർത്ഥിക്കാം. പക്ഷെ ആ ആഗ്രഹം മറ്റൊരാൾക്ക് ദോഷം വരുത്തുന്നതാകരുത്. എനിക്ക് നല്ലത് സംഭവിക്കണമേ, എന്റെ കുടുംബത്തിന് സമാധാനം ഉണ്ടാകണമേ, എന്റെ പരിശ്രമങ്ങൾക്ക് നല്ല ഫലം ലഭിക്കണമേ, ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ബുദ്ധിയും ധൈര്യവും തരയണമേ എന്ന് പ്രാർത്ഥിക്കുക. അതാണ് ഏറ്റവും മനോഹരമായ പ്രാർത്ഥന. ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ എത്ര അപേക്ഷകൾ അയച്ചിട്ടും മറുപടി കിട്ടാത്തതുപോലെ തോന്നിയാലും ശ്രമം നിർത്തരുത്. ഓരോ അവസരവും ശ്രദ്ധിക്കുക. നിങ്ങളുടെ കഴിവുകൾ കൂടുതൽ മെച്ചപ്പെടുത്തുക. ഒരു വാതിൽ അടഞ്ഞാൽ മറ്റൊരു വാതിൽ തുറക്കുവാനുള്ള സാധ്യതയുണ്ട്. ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമവും ഉണ്ടാകണം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്നേക്കുമായി തുടരുമെന്ന് കരുതരുത്. ചെലവുകൾ നിയന്ത്രിക്കുവാനും ചെറിയ രീതിയിലെങ്കിലും സമ്പാദിക്കുവാനും സാധിക്കുന്ന വഴികൾ നോക്കുക. ആരെങ്കിലും സഹായിക്കേണ്ട സാഹചര്യമാണെങ്കിൽ വിശ്വസിക്കാവുന്ന ആളുകളോട് സംസാരിക്കുവാൻ മടിക്കരുത്. പ്രാർത്ഥന മനസ്സിന് ധൈര്യം നൽകട്ടെ. ആ ധൈര്യം ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങളിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ എല്ലാം ഒരു ദിവസം കൊണ്ട് മാറണമെന്നില്ല. ചിലപ്പോൾ ഒരു നല്ല വാക്ക്, ഒരു ക്ഷമ, ഒരു തുറന്ന സംഭാഷണം, ഇവയ്ക്ക് വർഷങ്ങളായി കിടക്കുന്ന തെറ്റിദ്ധാരണകൾ പോലും മാറ്റുവാൻ കഴിയും. അതുകൊണ്ട് ദേഷ്യത്തിൽ സംസാരിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നിൽക്കുക. ഈ വാക്ക് എന്റെ കുടുംബത്തിന് സമാധാനം നൽകുമോ എന്ന് സ്വയം ചോദിക്കുക. മക്കളെക്കുറിച്ച് ആശങ്കപ്പെടുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരുടെ പഠനം, ജോലി, വിവാഹം, ഭാവി എന്നിവയെക്കുറിച്ച് വിഷമിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അമിതമായ ഭയം കുട്ടികളിലേക്കും പകരും. അവരെ പ്രോത്സാഹിപ്പിക്കുക, നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക.
അവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം നൽകുക. അതോടൊപ്പം ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ അവരുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കാം. ഇനിയൊരു ചെറിയ ആത്മീയ ശീലം കൂടി പറയാം. രാവിലെ എഴുന്നേറ്റതിന് ശേഷം അല്ല എങ്കിൽ വൈകുന്നേരം കുറച്ച് സമയം മാറ്റിവെച്ച് ശാന്തമായി ഇരുന്ന് ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. എണ്ണം നിർബന്ധമില്ല. മനസ്സ് ശാന്തമാകുന്ന രീതിയിൽ കുറച്ചു സമയം ജപിച്ചാൽ മതി. ജപിക്കുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നതായി മനസ്സിൽ കരുതുക. സാധ്യമായെങ്കിൽ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ഗുരുവായൂരപ്പന്റെ ക്ഷേത്രത്തിലോ പോകാം. വലിയ വഴിപാടുകൾ ചെയ്യാൻ കഴിയാത്തവർ വിഷമിക്കേണ്ട. നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഒരു ചെറിയ വഴിപാട് ചെയ്യാം. തുളസിമാല സമർപ്പിക്കാം, നെയ്വിളക്ക് തെളിയിക്കാം, പുഷ്പാഞ്ജലി കഴിക്കാം. അല്ല എങ്കിൽ മനസ്സിൽ ഭക്തിയോടെ പ്രാർത്ഥിച്ചാൽ പോലും മതി. വഴിപാടിന്റെ വലുപ്പത്തേക്കാൾ ഭക്തിയുടെ ആത്മാർത്ഥതയ്ക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്ത ദിവസങ്ങളിൽ വീട്ടിൽ തന്നെ ഭഗവാന്റെ ചിത്രം മുന്നിൽ വെച്ച് ഒരു വിളക്ക് തെളിയിച്ച് കുറച്ച് നിമിഷം പ്രാർത്ഥിക്കാം. ഗുരുവായൂരപ്പ, എന്റെ ജീവിതത്തിൽ എനിക്ക് ശരിയായ വഴി കാണിച്ചു തരണമേ. തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എന്റെ കുടുംബത്തിന് സമാധാനം നൽകണമേ. ഞാൻ ചെയ്യുന്ന പരിശ്രമങ്ങൾക്ക് ശക്തി നൽകണമേ എന്ന് മനസ്സിൽ പറയാം. നിങ്ങളിപ്പോൾ ഒരു വിഷമത്തിന്റെ നടുവിലാണെങ്കിൽ മറ്റൊരു കാര്യം കൂടി ഓർക്കണം. നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ തന്നെയല്ല നിങ്ങളുടെ മുഴുവൻ ജീവിതവും. ഇന്ന് നിങ്ങൾക്ക് കരയേണ്ടി വന്നേക്കാം, ഇന്ന് നിങ്ങൾക്ക് തോൽവിയെന്ന് തോന്നിയേക്കാം. പക്ഷെ നാളെ എന്ത് സംഭവിക്കുമെന്ന് ഇന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് പ്രതീക്ഷ കൈവിടരുതെന്ന് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഏറെ നാളായി കാത്തിരിക്കുന്ന ഒരു ഫോൺ കോൾ ആയിരിക്കാം, ഒരു ജോലി സംബന്ധിച്ച മറുപടി ആയിരിക്കാം, വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയായിരിക്കാം, കടബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാനുള്ള ഒരു വഴിയായിരിക്കാം, കുടുംബത്തിൽ വീണ്ടും സമാധാനം വരണമെന്ന ആഗ്രഹമായിരിക്കാം. എന്തു തന്നെ ആയാലും പ്രാർത്ഥനയോടൊപ്പം നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക. ബാക്കി കാര്യങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിച്ച് നിങ്ങളുടെ മനസമാധാനം നഷ്ടപ്പെടുത്താതിരിക്കുക. ഗുരുവായൂരപ്പന്റെ ഭക്തിയിൽ ഏറ്റവും മനോഹരമായ ഒരു കാര്യം ഉണ്ണിക്കണ്ണന്റെ ആ പുഞ്ചിരിയാണ്. എത്ര വലിയ വിഷമത്തിലായാലും ആ മുഖം ഓർത്താൽ നമ്മുടെ മനസ്സിൽ കൂടുതൽ പ്രതീക്ഷകൾ വരും. അതുകൊണ്ട് ഈ ഭഗവാന്റെ ഈ സന്ദേശം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിൽ ഗുരുവായൂരപ്പന്റെ രൂപം കാണുക. നിങ്ങളുടെ വിഷമം ഭഗവാന്റെ പാദങ്ങളിൽ വെക്കൂ. നിങ്ങളുടെ ഭയം അവിടെ സമർപ്പിക്കൂ. നിങ്ങളുടെ ആഗ്രഹവും അവിടെ സമർപ്പിക്കൂ. പിന്നെ നിങ്ങളോട് തന്നെ പറയൂ, എനിക്ക് കഴിയുന്നത്ര ഞാൻ പരിശ്രമിക്കും, നല്ലത് സംഭവിക്കുമെന്ന പ്രതീക്ഷ ഞാൻ കൈവിടില്ല. ഗുരുവായൂരപ്പന്റെ നാമം എൻ്റെ മനസ്സിൽ ധൈര്യം നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഒരു കാര്യം മാത്രം മറക്കരുത്. പ്രാർത്ഥന എന്നത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുവാനുള്ള ഉറപ്പല്ല, പ്രശ്നങ്ങൾക്കിടയിലും തളരാതെ മുന്നോട്ട് പോകുവാനുള്ള ശക്തിയാണ്. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു വലിയ വിഷമമുണ്ടെങ്കിൽ അത് ഒറ്റയ്ക്ക് ചുമക്കേണ്ടതില്ല. ഗുരുവായൂരപ്പന്റെ തിരുനാമം സ്മരിച്ച് നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കൂ. നിങ്ങൾക്ക് കഴിയുന്ന വഴിയിൽ പരിശ്രമിക്കുക. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തുക. ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ കഴിയുന്നിടത്ത് ക്ഷമിക്കുക. വീട്ടിൽ സമാധാനം നിലനിർത്തുവാൻ ശ്രമിക്കുക. സാധ്യമെങ്കിൽ അടുത്തുള്ള ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ ദർശിക്കുക. നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഒരു ചെറിയ വഴിപാടെങ്കിലും നടത്തുക. തുളസിമാലയോ പുഷ്പാഞ്ജലിയോ നെയ്വിളക്കോ നിങ്ങളുടെ ഭക്തിക്ക് അനുയോജ്യമായത്. ഇനി ക്ഷേത്രത്തിൽ പോകുവാൻ കഴിയാത്തവർ വീട്ടിൽ തന്നെ ഭഗവാനെ സ്മരിച്ച് പ്രാർത്ഥിച്ചാലും മതി. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും മനസ്സിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഓർക്കുക. ആ ആഗ്രഹം നല്ലതാണെങ്കിൽ അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുവാനുള്ള ശക്തി നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഗുരുവായൂരപ്പന്റെ തിരുനടയിൽ പ്രാർത്ഥിക്കാം. ശ്രീ ഗുരുവായൂരപ്പ, ഞങ്ങളുടെ മനസ്സിലെ ഭയങ്ങൾ മാറ്റണമേ. ഞങ്ങൾക്ക് ശരിയായ വഴി കാണിച്ചു തരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നിറയ്ക്കണമേ. ഞങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ശക്തിയും നല്ല തീരുമാനങ്ങൾക്ക് വിവേകവും നൽകണമേ. ഈ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ഒരു ചെറിയ ആശ്വാസമെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ നല്ല ചിന്തയോടെ ഇന്ന് മുന്നോട്ട് പോകൂ. ഭക്തിയോടെ കമന്റ് ബോക്സിൽ എഴുതൂ, ഓം നമോ നാരായണായ. നിങ്ങളുടെ പ്രാർത്ഥനയും ആഗ്രഹവും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ നാമം എഴുതാം. ഗുരുവായൂരപ്പന്റെ കൃപയും ശ്രീകൃഷ്ണന്റെ അനുഗ്രഹവും നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും മേൽ എന്നും ഉണ്ടാകട്ടെ. നിങ്ങളുടെ വീടുകളിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറയട്ടെ. മനസ്സിൽ പ്രതീക്ഷയുടെ വെളിച്ചം ഒരിക്കലും അണയാതിരിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.